മോഹൻലാൽ മമ്മൂട്ടി ആരാധകരുടെ ഫൈറ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സ്വാഭാവികമാണ്. ഇത്തവണ അത് നടക്കുന്നത് അവരുടെ ഏറ്റവും പുതിയ സിനിമയെ ചൊല്ലി തന്നെയാണ്. വരാൻ പോകുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന മഹേഷ് നാരായണൻ സിനിമയാണ്. ഇതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും റോളുകളെ തമ്മിലുള്ള ഫാൻ ഫൈറ്റുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. മമ്മൂട്ടി ആരാധകർ പറയുന്നത് മോഹൻലാലിന്റെ ക്യാമിയോ എന്ന രീതിയിൽ തന്നെയാണ് ഇതൊരു മമ്മൂട്ടി ചിത്രം എന്ന രീതിയിൽ. എന്നാൽ പിന്നീട് മഹേഷ് നാരായണൻ പറഞ്ഞു തുല്യ പ്രാധാന്യമുള്ള റോളുകളിൽ തന്നെയാണ് രണ്ടുപേരും ഈ ചിത്രത്തിൽ എത്തുന്നത് എന്ന്. അപ്പോൾ സിനിമയുടെ ലെവലും മാറി. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരേ രീതിയിൽ നായിക പരിവേഷമുള്ള രീതിയിലാണ് ചിത്രം വരുന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഒരുങ്ങുക എന്ന രീതിയിലൊക്കെയാണ് അവരുടെ ചർച്ചകൾ. എന്നിരുന്നാലും മമ്മൂട്ടി ആരാധകർ വിട്ടുകൊടുക്കുന്നില്ല. ശ്രീലങ്കയിൽ ഷൂട്ടിംഗ് ആരംഭിച്ച സമയത്ത് ഒരു കോമ്പിനേഷൻ സീൻ പോലും എടുത്തിട്ടില്ല. മോഹൻലാൽ ആണെങ്കിൽ മറ്റു ചില സിനിമകളിൽ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി ഈ ചിത്രത്തിലെ ഷൂട്ടിംഗിൽ തിരക്കിലുമാണ്. അപ്പോൾ മമ്മൂട്ടി തന്നെയല്ലേ നായകൻ എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. പിന്നീട് ട്രോളുകളുമായൊക്കെ സംസാരിക്കുന്നുണ്ട്. അടുത്തിടെ ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരു താരങ്ങളും എത്തുകയും ചെയ്തിരുന്നു. മമ്മൂട്ടിയും താനും ഒരുമിച്ച് അഭിനയിക്കുന്ന 55ാമത് ചിത്രമാണ് മഹേഷ് നാരായണൻ ചിത്രമെന്ന് മോഹൻലാൽ പറയുകയാണ്. ഏറെക്കാലത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തുന്ന ചിത്രത്തെക്കുറിച്ച് ആരാധകർക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. വളരെ പ്രാധാന്യം തോന്നിയ ചിത്രമാണ് തനിക്ക് മഹേഷ് നാരായണന്റെ പ്രോജക്റ്റ് എന്നും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ അസർബൈജാനിലെ ബാക്കു എന്ന സ്ഥലത്ത് നടക്കുകയാണെന്നും ദ ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറയുകയും ചെയ്തിരുന്നു. ശരിയാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് കുറച്ചു കാലമായി. എന്നാൽ അതൊന്നും വലിയ ഇടവേളയല്ല. ഞാനും മമ്മൂട്ടിയും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ച ചരിത്രം ഉള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 55ാമത് ചിത്രമാണ് എന്നാണ്. പക്ഷേ ഇക്കഴിഞ്ഞ കാലങ്ങളിലായി മലയാള സിനിമയിൽ നടന്മാരെ ഒരുമിച്ച് ഒരു സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നത് വലിയ പ്രയാസമാണ്. ആ സമയത്താണ് മഹേഷ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രോജക്റ്റുമായി ഞങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നത്. അതിനെ തുടർന്ന് ഞങ്ങൾ ഇരുവരും ആ സിനിമയിലേക്ക് വരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ അസർബൈജാനിലെ ബാക്കു എന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമ എങ്ങനെ പുറത്തു വരുമെന്ന് നമുക്ക് നോക്കാം. അതേസമയം ചിത്രത്തിൽ ഒരു മുഴുനീള കഥാപാത്രമായാണ് മോഹൻലാൽ എത്തുക എന്ന് മുമ്പ് സംവിധായകൻ മഹേഷ് നാരായണൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ചിത്രത്തിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും എന്നും മഹേഷ് നാരായണൻ പറഞ്ഞു. മഹേഷ് നാരായണന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാ തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു. ഈ സിനിമ കുറെ നാളെ എന്റെ മനസ്സിലുള്ള ഒന്നായിരുന്നു. തുടക്കത്തിൽ മമ്മൂട്ടി സാറിനെ മാത്രം വെച്ച് തീരുമാനിച്ച ചിത്രമായിരുന്നു ഇത്. ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസറായി എനിക്കൊപ്പം ചേരാനായിരുന്നു പ്ലാൻ. പിന്നീട് ഡേറ്റിന്റെയും മറ്റു പ്രശ്നങ്ങൾ വന്നപ്പോൾ ഫഹദും മോഹൻലാൽ സാറും സിനിമയിലേക്ക് വരികയായിരുന്നു. ഞാൻ എഴുതിയ തിരക്കഥയിൽ എന്റേതായ ഫിലിം മേക്കിംഗ് ശൈലിയിൽ എനിക്ക് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അവതരിപ്പിക്കണമെന്നുണ്ട്. ഇതൊരു ഫാൻ ബോയ് നിമിഷം എന്നതിനപ്പുറത്തേക്ക് ഇതിലെ അതിശയകരമായ ഒരു കൊളാബറേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. തിരക്കഥ ഇഷ്ടമായിട്ടാണ് എല്ലാവരും ഈ സിനിമ ചെയ്യാൻ തയ്യാറായത്. ഇതെന്റെ മറ്റു സിനിമകളെ പോലെ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമയല്ല. സിനിമയുടെ പ്രമേയത്തെപ്പറ്റി ഇപ്പോൾ കൂടുതലായി ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. ഫഹദും ചാക്കോച്ചനും വെറുതെ ഒരു ക്യാമിയോ അല്ല, ഒരുപാട് കാര്യങ്ങൾ പെർഫോം ചെയ്യുന്ന ശക്തമായ കഥാപാത്രങ്ങളാണ് അവർ. മോഹൻലാലും മുഴുനീള കഥാപാത്രമാണ്. ഈ അഭിനേതാക്കളെല്ലാം മികച്ച രീതിയിൽ ഒരുമിച്ച് സ്ക്രീനിൽ അവതരിപ്പിക്കുക എന്നതാണ് എന്റെ വെല്ലുവിളി. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലിനെയും കൂടാതെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, ദർശന രാജേന്ദ്രൻ, രാജീവ് മേനോൻ, രേവതി, രഞ്ജി പണിക്കർ, ഡാനിഷ് ഹുസൈൻ, ഷാഹിൻ സിദ്ദീഖ്, സനൽ അമൻ, സെറിൻ ഷിഹാബ് എന്നിവർക്കൊപ്പം മദ്രാസ് കഫേ, പത്താൻ തുടങ്ങിയവരുടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബെൽവാടി ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ബോളിവുഡിലെ പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ മനൂഷ് നന്ദനാണ് ഛായാഗ്രഹണം. ശ്രീലങ്കയ്ക്ക് പുറമെ ലണ്ടൻ, അബുദാബി, അസർബൈജാൻ, തായ്ലാന്റ്, വിശാഖപട്ടണം, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിലായി 150 ദിവസം കൊണ്ട് ചിത്രം പൂർത്തിയാക്കുക.